ഇന്ന് നമുക്ക് കുറച്ച് നെല്ല് തിളപ്പിച്ച് പുഴുങ്ങി അരിയാക്കുന്നത് നോക്കാവേ. ഇപ്പോഴാണ് ഈ മടലൊക്കെ വെച്ച് കത്തിക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ റബ്ബറും തോട്ടങ്ങളിൽ പോയി റബ്ബറിൻ്റെ കായും അതേപോലെ തന്നെ കപ്പത്തോട്ടത്തിൽ നിന്ന് കപ്പച്ചപ്പൊക്കെ പെറുക്കിയായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനൊന്നും ഓടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറേ ചിരട്ടയും വിറകൊക്കെ വെച്ചാണ് കത്തിക്കുന്നത്. അപ്പോൾ അതേ നെല്ല് കുറേശ്ശായിട്ട് ഞാൻ ചെമ്പിലോട്ട് തട്ടുകയാണ്. ഞാൻ ഒരു ചാക്ക് നെല്ലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് അരിക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള അരിയെല്ലാം സ്റ്റോക്ക് ഔട്ടായി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്കുള്ള നെല്ലും കൂടെ തിളപ്പിച്ചെടുക്കാനേ. നെല്ല് ചെമ്പിനകത്തിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നെല്ലിലെ പതിര് കളയലാണേ. അതിനായിട്ട് ചെമ്പ് ഫില്ലാവുന്നവരെ നല്ലോണം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചാലേ നമുക്ക് പതിര് വാരി കളയാൻ പറ്റുള്ളൂ. ചെമ്പ് നിറയുന്ന സമയം കൊണ്ട് ഞാൻ അടുപ്പ് കത്തിക്കാനുള്ള ഡീസൽ നമ്മുടെ വിളക്കിൽ നിന്ന് ഊറ്റിയെടുക്കുവാണേ. എന്നാലേ അടുപ്പിൽ തീ പിടിപ്പിക്കൽ നടക്കുകയുള്ളൂ. ഡീസലെല്ലാം ഊറ്റിയെടുത്തിട്ട് വന്നപ്പോൾ നമ്മുടെ ചെമ്പെല്ലാം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ല് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി കൂട്ടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കുറേ നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലെ പതിരെല്ലാം ഇങ്ങനെ പൊങ്ങി വരും. ഈ പതിരെല്ലാം നമ്മൾ വാരിക്കളയുക. ആദ്യത്തെ ട്രിപ്പ് ആ പതിര് ഫുള്ള് ക്ലിയർ ആയ ശേഷം പിന്നെയും നമ്മൾ ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ വീണ്ടും അതിനകത്ത് പതിരെല്ലാം പൊങ്ങി വരും. അങ്ങനെ ഒരു 3 ടൈംസ് നമ്മൾ നന്നായിട്ട് ഇളക്കി പതിര് കോരിക്കളഞ്ഞ് വരുമ്പോൾ അത് ഇതേപോലെ നല്ല തെളി വരും. തെളി മീൻസ് അതിലെ പതിരെല്ലാം പോയി കിട്ടും. അത് കഴിയുമ്പോൾ നമ്മുടെ എക്സസ് ആയിട്ടുള്ള വെള്ളം എല്ലാം തേവി കളഞ്ഞിട്ട് അതിൽ നിരപ്പെ അതായത് നെല്ലിൻ്റെ മേളിൽ ഒരു 2 ഇഞ്ച് കനത്തിൽ മാത്രം വെള്ളം നിർത്തുക. ഇത് കണ്ടല്ലോ, ഇതേപോലെ നല്ല ലെവലായിട്ട് നിൽക്കണം. ഇതേപോലെ നന്നായിട്ട് ലെവലായിട്ട് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി തീ കത്തിക്കാം. തീ കത്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചെറിയ തീയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. നെല്ലിൻ്റെ തിളപ്പീര് തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നല്ല ഹൈ ഫ്ലെയിം ഈക്വലായിട്ട്, അതായത് ചെമ്പിൻ്റെ അടിഭാഗത്ത് എല്ലായിടത്തും കിട്ടത്തക്ക രീതിയിൽ നല്ല ഹൈ ഫ്ലെയിം കണ്ടിന്യൂസ് ആയിട്ട് കത്തണം. ഇത് കണ്ടല്ലോ, ഇതേപോലെ നന്നായിട്ട് ആർത്ത് പിടിച്ച് കത്തണം. അല്ലെങ്കിൽ നമ്മുടെ നെല്ലിൻ്റെ തിള ശരിയാവില്ല. അരി കുത്തിയെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും തിള വരാനായിട്ട് കുറവുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ തീ കത്തിച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിളയൊക്കെ എല്ലായിടത്തും ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെല്ലിൻ്റെ കറക്റ്റ് പരുവം. അതായത് വെട്ടി തിളയ്ക്കൊന്നും വേണ്ട, എല്ലായിടത്തും ഈക്വലായിട്ട് തിള വരണം. ഈ തിള വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ അടിയിലെ തീയെല്ലാം മാറ്റി കൊടുക്കാം. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ സമയത്ത് ഈ മാറ്റുന്ന കനലിലേക്ക് നല്ല പഴുത്ത പഴവും അതേപോലെ തന്നെ ചേമ്പ്, കപ്പ ഇതെല്ലാം ചുട്ടെടുക്കുമായിരുന്നു ഇട്ട്. അതൊക്കെ ഒരു കാലം കേട്ടോ. ഇപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ നെല്ല് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം അതിനെ വീണ്ടും ഒന്ന് നിരത്തി ഇടുക. പിന്നെ എഗെയിൻ ഒരു 2 hours വെയിറ്റ് ചെയ്യുക. കണ്ടല്ലോ, ഇപ്പോൾ നെല്ലൊക്കെ നന്നായിട്ട് നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതേ അടിയിൽ തീയുമില്ല, തീയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നെല്ല് വെന്ത് പോകും. ഇനി എഗെയിൻ ഒരു 1 or 2 hours ഒക്കെ കഴിയുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരാൻ തുടങ്ങുമേ. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ നെല്ലിൻ്റെ മേളിലെ വെള്ളം എല്ലാം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എഗെയിൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2.5 മണിക്കൂർ ശേഷമാണ് ഈ വെള്ളമെല്ലാം എൻ്റെത് വലിഞ്ഞത്. ചിലപ്പോൾ ഡിപ്പെൻസ് ടൈം കൂടാം കുറയാം. വെള്ളം നന്നായിട്ട് ഫില്ല് ചെയ്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഒരു 12 മണിക്കൂർ ഇതിന് ഇങ്ങനെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. സാധാ ചെയ്യുന്നത് വൈകുന്നേരം നെല്ല് തിളപ്പിച്ചിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പുഴുങ്ങലാണ്. അപ്പോൾ പുഴുങ്ങുന്ന വീഡിയോ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.